പിന്നെ നമ്മൾ നല്ല ഉണക്കമീൻ കറി ഉണ്ടാക്കാൻ പോണേ. ഉണക്കമീൻ നന്നായിട്ട് വെട്ടിക്കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഉണക്കമീനും മാങ്ങയും പിന്നെ കുറച്ച് ഇരുമ്പും പുളിയും. അത് പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാങ്ങ ഇത്രയും ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ കുറച്ച് ഇരുമ്പും പുളിയും കൂടി എടുത്തു, നല്ലതാണ്. പിന്നെ നമ്മളിത് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചേക്കണം. കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ഒരു ഫുൾ തേങ്ങ അരച്ചതാണിത്. പിന്നെ കുറച്ച് വെള്ളമുണ്ട്. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. പിന്നെ ഇത് അവസാനം കുറച്ച് കടുക് പൊട്ടിച്ച് ഒഴിക്കാനാണ് ഇത് സെപ്പറേറ്റ് വെച്ചേക്കുന്നത്. ഇതും കുറച്ച് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി മിക്സും കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ. വറ്റൽമുളക് ഉള്ളവർക്കും അത് ഇടാവേ. കുറച്ച് ചുവന്നുള്ളി സവാളയും ഒക്കെ ഇടാം, അതും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതെടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഉലുവയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. ഉലുവ വറക്കണ്ട, ജസ്റ്റ് ഒരു പൊട്ടി വരുന്നത് വരെ. ഇപ്പം നമ്മൾ കടുക് യൂസ് ചെയ്യുന്നില്ല, ഇപ്പോൾ ഉലുവ മാത്രമേ ഇടുന്നുള്ളൂ. ഉലുവ ഇട്ട് ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി മിക്സ് ഇടാം കേട്ടോ. ഉലുവ കംപ്ലീറ്റ് പൊട്ടണമെന്നൊന്നുമില്ല, അതിന് മുന്നേ തന്നെ ഇടാം, കുഴപ്പമില്ല. അതതിൻ്റെ കൂടത്തിൽ കിടന്നുകൊണ്ട് അഴുക്കോളും. ഇനി അടുത്ത് നമ്മൾ കറിവേപ്പില, പച്ചമുളക്. ഈ തേങ്ങ അരച്ച് വെച്ചതിലും ഇതിനകത്തൊരു തണ്ട് കറിവേപ്പിലയും അരച്ച് വെച്ചിട്ടുണ്ട്, നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ കറിയിലൊക്കെ കറിവേപ്പില ഡയറക്റ്റ് കാണുമ്പോൾ നമ്മൾ എടുത്ത് കളയുമല്ലേ. പക്ഷേ കുറച്ച് കറിവേപ്പില നമ്മൾ കഴിക്കണം എന്നല്ല, എല്ലാവർക്കും അത് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഞാൻ ഈ രീതിയിൽ അരച്ചെണ്ണ ചേർക്കാം, അപ്പം നമ്മൾ കഴിച്ചു പോകുമല്ലോ. ഇതൊന്ന് ശരിക്കും വാടുന്ന വരെ ഇളക്കുക കേട്ടോ. ഇത് ഏകദേശം ഒന്ന് ആയി വരുന്നുണ്ട് കേട്ടോ. ബാക്കി ഇനി നമുക്ക് മസാലകളിടാം. അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ളതും കൂടി ആയിക്കോളും. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇത് സാധാരണ എരിവുള്ള മുളക് പൊടിയാണ്. അത് ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഇടുന്നുള്ളൂ. പച്ചമുളക് ഓൾറെഡി കുറേ ഇടുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം കേട്ടോ. പിന്നെ അടുത്തത് ഒരു മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്ര അതേ സ്പൂണിൽ തന്നെ ഇത്ര എമൗണ്ട് മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ അടുത്തത് ഇത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഇച്ചിരി കൂടുതലിടാം, നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇടാം കേട്ടോ. അളവ് ശരിയാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാത്തിനും ഓരോ സ്പൂണാണ് യൂസ് ചെയ്തത്, നോ പ്രോബ്ലം, കുഴപ്പമില്ല. പിന്നെ ഉപ്പ് ഇപ്പം ഇടണ്ട, കാരണം ഉണക്കമീൻ കുറച്ച് ഉപ്പ് ഉണ്ടല്ലോ. നിങ്ങളെടുക്കുന്ന ഉണക്കമീൻ്റെ ഉപ്പനുസരിച്ച് എന്നിട്ട് കറിയെല്ലാം ആയി കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മാത്രം അവസാനം ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകും, കറി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ശരിക്കും ഒന്ന് ആവട്ടെ. നമ്മുടെ കറിക്ക് വേണ്ടിയുള്ള മസാല ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഒത്തിരി ആക്കല്ലേ, കരിഞ്ഞു പോകും. കരിഞ്ഞായി പിന്നെ ഒന്നിനും കൊള്ളില്ല, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഇത്രയും ഒരു എമൗണ്ട് വെള്ളം ഒഴിക്കുകയാണ്. കുറേശ്ശെ ഒഴിച്ചാൽ മതി, ആദ്യം ഇത്ര ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഈ മാങ്ങയും ഇരുമ്പും പുളി മിക്സ് ഇടുകയാണ്. ഇരുമ്പും പുളി ഇഷ്ടമില്ലാത്തവർക്ക് മാങ്ങ മാത്രം യൂസ് ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല. എനിക്കിപ്പോൾ ഒരു മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് പിന്നെ കുറച്ചുകൂടി പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുമ്പും പുളി ഇട്ടത്. ഇനി ഇരുമ്പും പൊടി മാത്രം ഇട്ടുണ്ടാക്കാനുള്ളവർക്ക് അങ്ങനെ ഇടാം. കുറച്ച് ചേഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുത്താം, അവരവരുടെ ഇഷ്ടം അനുസരിച്ച്. ഇനി ഇത് തിളക്കട്ടെ കേട്ടോ. ഇനി ഇത് ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വരണം. കുറച്ചുകൂടി വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കാരണം പിന്നെ തേങ്ങ അരച്ചതൊക്കെ ഇടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വെള്ളം വേണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെച്ചേക്കുന്ന മീൻ ഓരോന്നായിട്ട് എടുത്തിടാം കേട്ടോ. കംപ്ലീറ്റ് തിളയ്ക്കണമെന്നില്ല, അതിന് മുന്നേ തന്നെ ഇടാം. എല്ലാം കൂടി അങ്ങ് തിളച്ച് വെന്ത് വന്നോളൂ. ഉപ്പ് ഇടരുത് കേട്ടോ. ഉപ്പ് അവസാനം നോക്കിയിട്ട് എന്തോരം ഉപ്പ് വേണമെന്നനുസരിച്ച് ഇടാവുള്ളൂ, ഇല്ലെങ്കിൽ കറി കൂട്ടാൻ പറ്റില്ല, ഭയങ്കര ഉപ്പായി പോകും. ഈ വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. നമ്മൾ കറിയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കറിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ ഒഴിക്കില്ലേ, ചാറിന് വേണ്ടിയിട്ടും അവരവർക്ക് ആവശ്യമുള്ള ചാറിനൊക്കെ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കില്ലേ. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ കറിയുടെ ആ ഒരു ടേസ്റ്റ് പോകാതിരിക്കും. തണുത്ത വെള്ളം ഒഴിച്ചാൽ അത് ആദ്യം തൊട്ട് പിന്നെയും ഇങ്ങനെ ചൂടായൊക്കെ വെന്ത് വരണ്ടേ, അങ്ങനെയൊക്കെയാണ് പറയണത്.
പിന്നെ നമുക്കിത് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കാവേ. എന്താ കളറൊക്കെ പിടിച്ച് വരുന്നുണ്ട്. ശരിക്കും വേകണം കേട്ടോ. ഇനി ഒന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിക്കാവേ. ഇപ്പം നമ്മുടെ കറി ചെറുതായിട്ടൊന്ന് തിളച്ചിങ്ങനെ വരുന്നുണ്ട്. അത് മതി. ഇപ്പം നമുക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങയും മറ്റേ കറിവേപ്പിലയും കൂടി അരച്ച് വെച്ച് ഫുള്ളിടാം കേട്ടോ. നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടങ്ങ് ഇട്ടാൽ മതി. പിന്നെ ഇതും കൂടി വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് അങ്ങോട്ട് ഒഴിക്കണം. നന്നായിട്ട് മിക്സ് ആക്കുക കേട്ടോ. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഒരെണ്ണം കൂടി ഉണ്ട്. ഇത്രയും വെള്ളം വേണം, എന്നാലും നമ്മൾ വെന്ത് വറ്റി വരുമ്പോൾ അത്യാവശ്യം ചാറൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു പരിപാടിയുണ്ട്. എന്താണെന്നറിയോ? ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയാണ് വെച്ചേക്കണത്. നമ്മളിനി കടുക് പൊട്ടിച്ചിടാൻ പോവാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇങ്ങനെ ചെയ്യുന്നത് അതിന് പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് കടുകും ഉലുവയൊക്കെ ഒരുമിച്ചിടായിരുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ് ഇടുന്നത്. ശരിക്കും ആയി വരട്ടെ. നേരത്തെ ഇതിലേക്കൊരു കുറച്ച് മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി അതിന് കുറച്ച് ഇട്ടുള്ളൂ കേട്ടോ. കുറച്ച് ഇടുക, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. നല്ലതാ. ഇത് ശരിക്കും ഇത് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ കറി ഇതേ തിളച്ച് വരുന്നുണ്ട്. ആയോട്ടെ കേട്ടോ. നമ്മൾ ഈ കടുക് പൊട്ടിച്ചെടുത്ത് കറിയിലേക്ക് ഒഴിക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഉപ്പൊന്നും ഇടേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, കറക്റ്റ് ഉപ്പാണ്. അത് ഞാൻ പറഞ്ഞ നേരത്തെ ഉപ്പിടുന്നത്, നമ്മൾ ഉപ്പ് മീനല്ലേ, ഉണക്കമീനല്ല യൂസ് ചെയ്തത്, അതുകൊണ്ട് ഉപ്പൊന്നും ഇടേണ്ട ആവശ്യം വന്നില്ല. കറക്റ്റ് ഉപ്പായിരുന്നു. ഇനി ഒന്നും കൂടി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ കറി റെഡിയാകും. സെർവ് ചെയ്യാം കേട്ടോ.